കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം 4 മണിക്ക് മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീരകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് 2 സ്വർണ്ണമാലകൾ ചാർത്തിയിട്ടുണ്ട്. 5 സ്വർണ്ണത്തിലകങ്ങളെ കൊണ്ട് ഒരു സ്വർണ്ണമാല പോലെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. പിന്നെ 2 കയ്യുമ്പിലും ചുമലിൻ്റെ അറ്റത്തൊരു സ്വർണ്ണത്തിലകം, കയ്യിൻ്റെ നടുക്കിലൊരു സ്വർണ്ണത്തിലകം, അങ്ങനെ 2 കയ്യിലും രണ്ടും 4 സ്വർണ്ണത്തിലകങ്ങളാണ് ചാർത്തിയിരിക്കുന്നത്. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു ഇളം മഞ്ഞപ്പട്ടാണ് എന്ന് ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നത്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ ആകെ കൂടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വർണ്ണപ്രഭ, അത്രയധികം സ്വർണ്ണാഭരണങ്ങൾ ഇന്ന് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക, പ്രാർത്ഥിക്കുക. ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ എല്ലാവരും ചെല്ലുക. നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തന്മാർക്കൊക്കെ ആനന്ദത്തിൽ ആറാടി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടിപ്പോകുന്നു. ആ കണ്ണനെ ഒന്ന് വാരി പിടിച്ചൊരു ഉമ്മ കൊടുക്കാനൊക്കെ തോന്നുന്നുണ്ടാവും ഭക്തന്മാർക്ക്. ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കൊക്കെ ഉണ്ടാവുന്നു. ആ സുന്ദര രൂപം സച്ചിദാനന്ദക്കട്ടയുടെ, ആ സ്വർണ്ണക്കട്ടയുടെ നമുക്കും ഒന്ന് ആലോചിച്ചാലോ. നമ്മുടെ മനസ്സിലേക്ക് ആ കണ്ണനെ ഒന്ന് കൊണ്ടുവരില്ലേ. ആ കണ്ണനെ നല്ല പോലെ മനസ്സിൽ വിചാരിച്ച് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം ഉടുത്ത് ഇളം മഞ്ഞപ്പട്ടുടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന, പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സ്വർണ്ണക്കട്ടയെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക. എല്ലാവരും വിചാരിച്ചോളൂ, ഒരു നിമിഷം കണ്ണടച്ചോളൂ. ആ രൂപം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തുക, അവിടെ പ്രതിഷ്ഠിക്കുക. ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിക്കുക. ആ കണ്ണനെ ഒന്ന് കൊഞ്ചിക്കുക, ലാളിക്കുക. ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കാൽക്കൽ വീണ് നമസ്കരിക്കാം. ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആ കണ്ണൻ്റെ നാമം ചൊല്ലിക്കോളൂ എല്ലാവരും. നാരായണ നാരായണ നാരായണ. സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണൻ അത് കേൾക്കും. കേൾക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മളെയും കൂട്ടിപ്പിടിക്കും. നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരിത്തരും കണ്ണൻ. അപ്പോൾ ഉറച്ച വിശ്വാസത്തോടുകൂടി എല്ലാവരും നാമം ജപിച്ചോളൂ കേട്ടോ. അതിൻ്റെ ഒപ്പം ആ സ്നേഹം കൂടി ഉണ്ടാവണേ. അച്യുതാനന്ദ ഗോവിന്ദ എന്ന നാമത്രയ മന്ത്രവും നമ്മൾ ഉപാസിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ആ കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം അമൂല്യനിധിയാണ്. ഈ കലികാലത്ത് ജപിക്കുവാൻ അത്യുത്തമമാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ മന്ത്രം നമ്മൾ ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കൈവിട്ട് കളയരുത്. ഈ അമൂല്യനിധി എന്നും ഉപയോഗിക്കണം, എന്നും ഉപാസിക്കണം. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.